ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ജെറമയ chapter 18 verse 4. But the pot he was shaping from the clay was mere in his hands, so the potter formed it into another pot, shaping it as seemed best to him. ജീവിതത്തിൽ വേഴ്സ്റ്റായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നാം കുശവനായ നമ്മെ മെനഞ്ഞ നമ്മയുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കുന്നെങ്കിൽ, നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, യഹോവയുടെ കൈക്കലെ ആടുകളായി തന്നെ നാം ജീവിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുന്നവരാണെങ്കിൽ, നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലും ചില തകർച്ചകൾ സംഭവിക്കും. ഇവിടെ ഈ കുശവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ, കുശവൻ്റെ കയ്യിൽ തന്നെ ആ പാത്രം ചീത്തയായിപ്പോയി. പക്ഷേ കുശവൻ അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. ചീത്തയായി പോയത് തൻ്റെ കയ്യിൽ വെച്ചായിരുന്നു. അത് കുശവൻ അറിയാം. കുശവൻ ചെയ്തത് അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അത് ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. The potter formed it into another pot, shaping it as seemed best to him. ആ പോട്ടറിന് ബെസ്റ്റായിട്ടുള്ള രീതിയിൽ മറ്റു പാത്രങ്ങളെ മെനയുന്നത് പോലെയല്ല, മുൻപേ ഈ പാത്രത്തെ മെനഞ്ഞതുപോലെയുമല്ല. മുൻപേ ഈ പാത്രത്തെ മെനഞ്ഞത് മറ്റു പാത്രങ്ങളെ മെനഞ്ഞതുപോലെ ആയിരിക്കാം, അല്ലേ? എന്നാൽ ഇപ്പോൾ അത് തൻ്റെ കയ്യിൽ ചീത്തയായി പോയപ്പോൾ വീണ്ടും താൻ അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കുന്നത് ബെസ്റ്റായിട്ടുള്ള രീതിക്കാണ്. അങ്ങനെയാണെങ്കിൽ വേസ്റ്റാണെന്നും ഇനി ഇവനെ കൊണ്ട് അല്ലെങ്കിൽ ഇവളെ കൊണ്ട് പ്രയോജനമില്ല എന്നും മനുഷ്യർ നമ്മെ തള്ളുമ്പോൾ, ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും യഥാർത്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ നാം വേസ്റ്റ് അല്ല. നമ്മെ നല്ല കുശവനായ, നമ്മെ മെനയുന്നവനായ നമ്മുടെ പിതാവായ, നമ്മുടെ സൃഷ്ടിതാവായ കർത്താവ് ബെസ്റ്റായിട്ട് നമ്മെ പണിയും, ബെസ്റ്റായിട്ട് നമ്മെ മെനയും. ഹല്ലേലൂയ. മറ്റെല്ലാ പാത്രങ്ങളും കുശവൻ്റെ കയ്യിൽ നല്ല രീതിയിൽ മെനയപ്പെട്ടു, നല്ല രീതിയിൽ പണിയപ്പെട്ടു. നല്ലൊരു പാത്രമായി മാറി. അതിന് വേറെ അധികം പ്രോസസ്സൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഓർഡിനറി പ്രോസസ്സിനേക്കാൾ അപ്പുറം കുശവൻ്റെ കയ്യിൽ വെച്ച് തന്നെ ചീത്തയായി പോകുന്നു. വീണ്ടും അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കുന്നു, അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകുന്നു. ജീവിതത്തിൽ ഒന്ന് മാറി പലവിധമായ പരിശോധനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നാം ഒരിക്കലും ദൈവത്തിൻ്റെ കൺമുൻപിൽ യഹോവയുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ യഹോവയുടെ കൈകളിൽ നാം വെസ്റ്റല്ല. നമ്മുടെ ദൈവത്തിന് നാം വെസ്റ്റല്ല. നമ്മുടെ ദൈവത്തിന് നമ്മെ ബെസ്റ്റാക്കി കർത്താവ് നമ്മെ പണിത് നല്ലൊരു മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവം സർവശക്തനാണ്.
ഫ്രീസലോ. ആയതിനാൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ വീണ്ടും നമ്മെ ഇതിനെ ഒന്നുകൂടി സമർപ്പിച്ചു കൊടുക്കാം. അമ്മേ സ്തോത്രം. സകലതും തീർന്നു, അവസാനിച്ചു എന്നോർത്ത് ഭാരപ്പെടണ്ട. അല്ലല്ല, അമ്മേ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണെങ്കിൽ. അമ്മേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 8-ാം വചനത്തിൽ വായിക്കും, യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, നീ ഞങ്ങളെ മെനയുന്നവനാകുന്നു, ഞങ്ങൾ നിന്റെ കൈപ്പണി അത്രേ. അതേ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ട ദൈവം, നമ്മെ യെരമ്യാ പ്രവാചകനെ വിളിച്ചതുപോലെ പ്രവാചകനായി നിയമിച്ച കർത്താവ്, നമ്മെക്കുറിച്ചുള്ള ഓരോ ദൗത്യങ്ങളെ, നമ്മെക്കുറിച്ച് ചെയ്തെടുക്കേണ്ട പദ്ധതികളെ മുന്നമേ അറിഞ്ഞ കർത്താവ്, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവം നമ്മെ തകർത്ത് കളഞ്ഞ് നമ്മെ നശിപ്പിക്കുവാനല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നു, യേശുവിനെ തകർത്ത് കളവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി, അതുകൊണ്ട് ചില കഷ്ടം വരുത്തി എന്ന് വായിക്കുന്നത് പോലെ അമ്മേ യഹോവയുടെ കയ്യിൽ തന്നെ നാം ചീത്തയായത്, അമ്മേ സ്തോത്ര ചീത്തയായി പോയത്, തകർക്കപ്പെട്ടത് യഹോവയുടെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അടുത്ത ചില കഷ്ടതകൾ അടുത്തൊരു പാത്രമാക്കി തീർക്കുമ്പോൾ ചില കഷ്ടതകൾ, ചില പ്രതിസന്ധികൾ, ചില പരിശോധനകളുണ്ട്. എന്നാൽ അത് കഴിയുമ്പോഴോ അവൻ മാനപാത്രമായി, അവൻ മറ്റുള്ളവരിൽ നിന്ന്, മറ്റു പാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ പോട്ടറിന് ബെസ്റ്റായിട്ടുള്ള വിശിഷ്ടമായ വ്യത്യസ്തമായൊരു പാത്രമായി ഈ പാത്രം കാണപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെയും കർത്താവ് അതുപോലെ പണിത് ഉയർത്തുവാൻ, മാനിക്കുവാൻ, ദൈവത്തിന് നല്ലൊരു മാനപാത്രമാക്കി നമ്മെ കർത്താവ് പണിത് അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് ഉദാഹരണമാക്കി കർത്താവ് നമ്മെ മാറ്റും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ബെസ്റ്റായിട്ട് തോന്നുന്നതിനെ അപ്പാ കർത്താവ് യഹോവയുടെ ദൃഷ്ടിയിൽ കർത്താവ് അങ്ങ് ബെസ്റ്റാക്കി മാറ്റി കർത്താവെ മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മകളുടെ കരങ്ങളിൽ ഞങ്ങളേവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അങ്ങയുടെ ദൃഷ്ടിയിൽ കർത്താവ് അങ്ങേക്ക് തോന്നിയതുപോലെ അങ്ങയുടെ ഇഷ്ടപ്രകാരം വീണ്ടും കർത്താവെ മനോഹരമായ മാനപാത്രങ്ങളായി ദൈവം ഞങ്ങളെല്ലാവരെയും മാറ്റുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.